ഇന്നൊരു പുതിയ വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. ഒരു ചായൻ്റെ കൂടെ ഒക്കെ തിന്നണ കേക്ക് ഉണ്ടാക്കാനാണ്. അപ്പോൾ നമുക്ക് വേറൊരു ഹെൽപ്പർ വന്നിട്ടുണ്ട്. വേറെ ഹെൽപ്പർ ഒന്നല്ല, ഇവൻ തന്നെയാണ്. ഞാൻ അവനെ കാണിച്ചു തരാൻ വേണ്ടി പറയാൻ വന്നതാണ്. അപ്പോൾ അവനും കൂടി എന്നെ ഹെൽപ്പ് ചെയ്യും, ഞാൻ പഴനൊക്കെ കൊണ്ടുവരും. അപ്പോൾ അതിനായി ഫസ്റ്റ് നമ്മൾ ഒരു പാത്രം എടുക്കുക. ഒരു പാത്രം എടുക്കുക, അതിലേക്ക് 2 എഗ്ഗ് വേണം. ഫസ്റ്റത്തെ എഗ്ഗാണ് നമ്മൾ എടുക്കണ്ടേ. ഫസ്റ്റത്തെ എഗ്ഗ് നമുക്ക് പൊട്ടിക്കണം. കത്തി ഉണ്ട്, പക്ഷേ ഇതുകൊണ്ട് പൊട്ടിക്കാം. കത്തി ഒക്കെ വേസ്റ്റ് ആക്കണ്ട. പൊട്ടിച്ചു. അയ്യോ, ഒറ്റയടിക്കുന്നതാണ് പൊട്ടി. പിന്നെ മുട്ട ഇടുമ്പോൾ ഇതിൽ തോടാദ്യം ഉണ്ടോ നോക്കണം കേട്ടോ. തോടുണ്ടോ നോക്കിയിട്ട് വേണം നമുക്ക് ഇതാക്കാൻ. മനു നിലത്ത് ചടാതെ വേസ്റ്റ് കൊണ്ടിട്ടിട്ട് വേണം ഇതിടാ. നിലത്ത് കൊണ്ടുവരല്ലേ. അപ്പം നെക്സ്റ്റ് എന്നിട്ട് നമുക്ക് ഒരു ബൗളിൽ കുറച്ച് പഞ്ചസാര ഇടണം. ഞാൻ കുറച്ച് പഞ്ചസാര ഈ ബൗളിലേക്ക് ഇട്ടിട്ട് അളവ് നോക്കിയിട്ട് വേണ്ടിട്ട് നമുക്ക് എടുക്കാൻ. അപ്പം നമുക്ക് പഞ്ചസാര ഒരു ബൗളിലേക്ക് ഇടണം. ഞാൻ അപ്പോൾ ഒന്ന് ജസ്റ്റ് പോസാക്കി കേട്ടോ. ഓൾക്ക് തുറക്കാൻ പറ്റിയില്ല, തുറക്കാൻ പറ്റില്ല. അത് പഞ്ചസാരൻ്റെ ഉള്ളിൽ ഉറുമ്പ് കയറാതെക്കാൻ വേണ്ടിയിട്ട് ഉമ്മച്ചി കടിച്ചു വെച്ചു. അപ്പം ഇത് കിട്ടില്ല, അതുകൊണ്ട് പോസാക്കിയിട്ട് ഉമ്മച്ചിയോട് പോയി തുറന്നാണ്. അപ്പോൾ കുറച്ച് പഞ്ചസാര ഈ മുട്ടയ്ക്ക് ഒഴിക്കാൻ മുട്ടയ്ക്ക് അളക്കാനായിട്ടില്ല. നമ്മൾ ഉപ്പ് വേണം. ഉപ്പ് കൊണ്ട് അല്ലേ പഞ്ചസാര അങ്ങനെ ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. കുറച്ചുപ്പ് നമ്മൾ ഇതിലോട്ടേക്ക് ഇടുക. എന്നിട്ട് നല്ലോണം മിക്സ് ആക്കണം. ഇങ്ങനെ ബീറ്റ് മുട്ട നല്ലോണം ബീറ്റാണ് കേട്ടോ. ഐസ്ക്രീമിന് വേണം. മുട്ട പൊട്ടിച്ചപ്പോൾ പറയണേ ഐസ്ക്രീമിൻ്റെ വേണം അത്രേ. നല്ല വേണം. നല്ലോണം മിക്സ് ആക്കണം കേട്ടോ. ഈ മുട്ട നോക്കാൻ നല്ല വേണം. കുഴപ്പമില്ല, എനിക്ക് വേണം. പഞ്ചസാര നല്ലോണം മിക്സ് ആക്കുക. എന്നിട്ട് ഈ മുട്ട നല്ലോണം മിക്സ് ആക്കിയിട്ട് നമുക്ക് കുറച്ച് മൈദപ്പൊടി ഇടണം. ഒരു 10 മതി മൈദ, കുറച്ച് മതി. പിന്നെ നമ്മൾ അതായിട്ടില്ല, മൈദപ്പൊടി ഇട്ട് കഴിഞ്ഞിട്ടാണ്. അത് നല്ല വേണം. അതല്ലേ അത് നമ്മൾ വേനലിൽ വേണം. ഒരു കപ്പ് ഫുള്ളും മൈദപ്പൊടി അളക്കട്ടെ. ഇല്ല അളക്കല്ല കേട്ടോ. ഇങ്ങോട്ട് കൊണ്ടുവരാ. എന്നിട്ടൊരു കുറച്ചും കൂടി ഇടണം. അളക്കട്ടെ. എന്നിട്ടോ അളക്കല് വേണം. അങ്ങനെയല്ല അളക്കുക. ഇനി കുറച്ചും കൂടി നമ്മളിട്ടു. മൈദപ്പൊടി രണ്ട് മാറ്റട്ടെ. നമുക്കിത് ഇങ്ങനെ സ്പൂൺ അടക്കുക. ചണ്ട വെക്കണം. കഴിഞ്ഞു. നമുക്ക് നല്ലോണം മിക്സ് ആക്കുക. ഞാൻ കാണിച്ചു തരാം. നല്ലോണം മിക്സ് ആക്കണം. ഈ പൊടികളൊക്കെ സൈഡിന്നൊക്കെ ഇങ്ങനെ കൊടുന്ന് കല്യാണമൊരു കട്ടിയിലാക്കണ്ട. എന്നാൽ കുറച്ച് ലൂസ് വേണം കേട്ടോ. കുറച്ച് ലൂസ് വേണം. കുറേ ലൂസ് വേണ്ട, കുറച്ച് ലൂസ് മതി.
കുറച്ച് ലൂസ് മതി. നോക്കട്ടെ. നമ്മൾ മൈദപ്പൊടി മുട്ടിൻ്റെ ഒക്കെ ആക്കിയതിലേക്ക് ഈ ഒരു അടപ്പിൽ കുറച്ച് വാനില എസൻസ് ഒഴിക്കണം. 1 കപ്പ് ഫുള്ളെടുത്തോ, അത്ര മതി നമുക്ക്. മുട്ടൻ്റെ ഒരു ചൊയൊന്ന് മാറിക്കിട്ടാനാണ് കേട്ടോ. എന്നിട്ട് നല്ലോണം മിക്സാക്കുക. നല്ലോണം മിക്സാക്കുക. ഞാൻ ഈ ബീറ്റർ ഇല്ലാത്ത ആൾക്കാർക്ക് ഇങ്ങനെ പെട്ടെന്ന് ചെയ്യാം. വെള്ളം ഉണ്ട് കഴിയുന്നുണ്ട്. നല്ല മണല്ലേ, നല്ല മണമുണ്ട്. കയ്യിൽ പോയി. നമ്മൾ എണ്ണ കുറച്ച് ഒഴിക്കണം കേട്ടോ. എണ്ണ കുറച്ച് ഒഴിച്ചാൽ മതി. കുറച്ച് ഒഴിച്ചിട്ട് നല്ലോണം മിക്സ് ആക്കട്ടോ. നല്ലോണം ഓയിലൊക്കെ നല്ലോണം പോയിട്ട് നല്ല കട്ടിയിലാവണം. കട്ടിയൊന്നുണ്ടാവില്ല, ഓയിലൊക്കെ പോയിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഈ ഒരു ക്രീമിഷ് പരുവത്തിലാവുമ്പോൾ ആവണ വരെ നമുക്ക് നല്ലോണം മിക്സ് ആക്കണം. ഇത് ആയിട്ടുണ്ട്, പക്ഷെ ഞാനിപ്പോൾ കാണുന്നുണ്ടോ ഇത്ര നോക്കിട്ടോ. മനു നീ കൊണ്ടുപോയി അവിടെ കൊണ്ടുവയ്ക്കണം. എന്നിട്ട് നല്ലോണം നമ്മൾ ബാറ്റർ ഇപ്പം എല്ലാ സ്മെല്ലുണ്ട് കേട്ടോ. ഇപ്പം എല്ലാ സാധനങ്ങളും മിക്സ് ആക്കിയതുകൊണ്ട് എല്ലാ സ്മെല്ലുണ്ട്. സ്ലൈം പോലെ നല്ല കുറച്ചെണ്ണാക്കിയിട്ട് ഇങ്ങനെ തേച്ചെടുക്കാം. നല്ലോണം തേച്ചെടുക്കാം. ചെറുപ്പിൽ കഴിക്കണം കേട്ടോ. ഞാനുള്ളൂ എന്നിട്ട് ലാസ്റ്റ് കൂടി ഇങ്ങനെ പരത്തി കൊടുക്കുക. കഴിഞ്ഞാൽ ബ്രഷിന് ബ്രഷൊന്നും ചെയ്യാം കേട്ടോ. എന്നിട്ട് നമ്മൾ ബാറ്റർ വെക്കണം. ബാറ്റർ ആണെന്ന് വെച്ചാൽ നമ്മൾ നാട്ടിൽ ഉണ്ടാക്കിയിട്ട് ബാറ്ററില്ലേ അത് ഇതിൽ കഴിക്കുക. ഫുള്ളായിക്കണം. പാത്രം ഇതുകൊണ്ട് എല്ലാം വടിച്ചെടുക്കാൻ പറ്റുന്നുണ്ട്. എല്ലാവരും വടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് വേറെ വടിച്ചെടുക്കാം. ഗ്യാസ് ഒന്ന് മാറ്റിയിട്ടുണ്ട്. നല്ല കത്തുണ്ട്. ഇങ്ങോട്ട് ആക്കിയത് ഇതൊന്ന് പാകത്തിന് കത്താനാണ്. എന്നിട്ട് നമ്മൾ അടപ്പ് അടച്ചേക്കണം. എന്നിട്ട് നമ്മൾ നമ്മളൊരു കുറച്ച് നേരം 5 മിനിറ്റ് വെച്ചാൽ കേട്ടോ. ഞാൻ ഇതിന് മുമ്പൊന്നും ഉണ്ടാക്കിയിട്ട് ഓർമ്മയില്ല. അപ്പം ഞാൻ ഓർമ്മയിൽ പറഞ്ഞാൽ 5 മിനിറ്റ് വെച്ചാൽ കേട്ടോ. 5 മിനിറ്റ് കഴിഞ്ഞിട്ട് കാണാം. നമ്മൾ കേക്ക് ആയിട്ടുണ്ട് അല്ലേ. നല്ല സോഫ്റ്റ് ആയ കേക്കാണ്. നമ്മുടെ കേക്ക് വലിയ ഡിസേർട്ടിൽ കണ്ടില്ല, സ്പഞ്ച് പോലെയാണ്. അത് കൈ പൊള്ളണേ, അത് വെക്കട കൈ പൊള്ളുന്നു. കൈ പൊള്ളുന്നുണ്ട്. കൈ പൊള്ളണേ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. യമ്മി അപ്പൊ ഞാനൊന്ന് നോക്കട്ടെ കേട്ടോ. ടേസ്റ്റ് ഉണ്ട്. മറ്റില്ലാട്ടോ. ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പൊ എല്ലാവർക്കും